മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്നലത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് ഒരു വാർത്ത കണ്ടു. തിരുവനന്തപുരത്തെ ബിഷപ്പ്, ആർച്ച് ബിഷപ്പാണോ സർക്കിൾ ബിഷപ്പാണോ സ്ക്വയർ ബിഷപ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഡോക്ടർ സൂസവാക്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, മാർ പൗവത്തിൽ ബിഷപ്പിനെ പോലെ ഈ ഘർ വാപസി പ്രോഗ്രാമിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിരുന്നു. എങ്കിലും കുറച്ചുകൂടി പറയണമെന്ന് തോന്നി. അത് ഇംഗ്ലീഷിൽ പറഞ്ഞതൊന്ന് മലയാളത്തിലേക്ക് കൂടി ആക്കണമെന്ന് തോന്നി. 1949 വത്തിക്കാനിൽ നിന്ന് ബിഷപ്പ് ഇന്ത്യയിലേക്ക് വന്ന് ബോംബെയിലിറങ്ങി ബോംബെയുടെ മണ്ണ് ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, 1-ാം സഹസ്രാബ്ദം യൂറോപ്പും ഇംഗ്ലണ്ടും ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഉപയോഗിച്ചു. 2-ാം സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു. 3-ാം സഹസ്രാബ്ദം ഭാരതവും ഭാരതത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് കൺവെർട്ട് ചെയ്യേണ്ടത് എന്ന് AD 2000 ദീപാവലി ദിവസം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ഇവിടേക്ക് വന്ന വത്തിക്കാനിലെ പോപ്പ് പറയുന്നതിന് ആധാരമായി ഇത് പറഞ്ഞത് 2000 ഇതിന് ആധാരമായി പറഞ്ഞത് 1949 അന്നത്തെ പോപ്പ് ബോംബെയിലെ ഭൂമി ചുംബിച്ചുകൊണ്ട് പറഞ്ഞത്, എത്ര കാലത്തോളം കേരളത്തിലെ ക്രിസ്ത്യാനികള് ന്യൂനപക്ഷമായിരിക്കുന്നുവോ അത്രയും കാലം ന്യൂനപക്ഷത്തിന്റെ അവകാശം ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക. എപ്പോഴാണോ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാകുന്നത് അന്ന് ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷത്തെ ഭരിക്കുക. അതിനേക്കാൾ മുമ്പ് ഇംഗ്ലീഷുകാരുടെ നേതൃത്വത്തില് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികള് ഭാരതത്തെ ക്രൈസ്തവവൽക്കരിക്കാനായിട്ട് മെക്കോളയുടെ കാലം മുതൽക്ക് ശ്രമിച്ചു. ഏതെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങളും ചീറ്റിങ്ങും ചതിയും വഞ്ചിക്കലും പറ്റിക്കലും ഉപയോഗിച്ച് ആണോ കേരളത്തിലെ ക്രിസ്ത്യാനികള് കേരളത്തെയും ഭാരതത്തെയും മതപരിവർത്തനം ചെയ്തത്, അത് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് പല പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ വിവരിക്കേണ്ടായി. ഇന്ന് ആ മതപരിവർത്തനം അവരുടെ ജന്മാവകാശമാണെന്നും ഏത് തരത്തിലും ക്രിസ്തുമതത്തിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുപോകുന്നത് ഭരണഘടന അനുവദിക്കുന്നതാണെന്നും അതുകൊണ്ട് മതം മാറ്റം ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ് നടന്നവർക്ക് ഒരു ചെറിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഭാരതത്തെ മുഴുവനും മതപരിവർത്തനം നടത്തിയപ്പോ നെഹ്റു മുതൽക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് വരെ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളവര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവിടെ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വഞ്ചിക്കപ്പെട്ടു പോയവരും ഇസ്ലാം മതത്തിലേക്ക് വഞ്ചിക്കപ്പെട്ടു പോയവരും തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് വരുമ്പോ നരേന്ദ്രമോദി സംസാരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സ്വതന്ത്രമായ മതം ഏതും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭാരതത്തില് ക്രിസ്തുമതത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ലെന്നും അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃതരായ തുണി ഉടുക്കാത്ത വെട്ടുകിളിയെയും കാട്ടുതേനും തിന്നുകൊണ്ട് നടന്ന യോഹന്നാനെ പോലെയുള്ളവരും റേഷൻ കട നടത്തിയിരുന്ന മാത്യുവിനെ പോലെയുള്ളവരും അവരെല്ലാം പറഞ്ഞ ഉപദേശത്തേക്കാൾ സിദ്ധരും പുണ്യാത്മാക്കളും അവതാരങ്ങളുമായ ഭാരതീയര് പറഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ളതാണ് ബൈബിളിലുള്ളതിനേക്കാൾ എത്രയോ നല്ലതെന്ന് കുറെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനസ്സിലാക്കി അവർ തിരിച്ചു വരികയാണെങ്കിൽ സ്വതന്ത്രമായി മതം സ്വീകരിക്കാൻ അനുവാദമുള്ള ഭാരതത്തില് അതിന് ആര് തടയിടണം? ആരെയും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നാഗാലാൻഡിൽ ചെയ്ത പോലെയും മിസോറാമിലും ത്രിപുരയിലും മണിപ്പൂരിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയും അരുണാചൽ പ്രദേശിലും 3/4 ഭാഗം ചെയ്തു കഴിഞ്ഞത് പോലെയും ആസാമിലെല്ലാം തനി നീചവും നിന്ദ്യവുമായ രീതിയിൽ
മതപരിവർത്തനം നടത്തുന്നത് പോലെയും ഒന്നുമല്ലല്ലോ ഹിന്ദുക്കള് കർവാപസിയിൽ നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് ആചാരത്തോടുകൂടി താല്പര്യമുള്ളവരെ അവരുടെ അടുത്ത് നിന്ന് എഴുതി മേടിച്ച് ഞങ്ങൾക്ക് ഹിന്ദു ധർമ്മം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടല്ലേ അവർ വരുന്നത്. അതിന് ഈ സൂസവാക്യം ഇത്ര ഉച്ചെടുക്കാൻ എന്തിരിക്കുന്നു? ഇത്രയും കാലം പറ്റിച്ചതും ചതിച്ചതും വഞ്ചിച്ചതും ക്രിസ്ത്യൻ ജനത തിരിച്ചറിയുന്നത് കൊണ്ട് അവര് വൻതോതിൽ മാറും എന്ന് ഉള്ള ഭയമാണ്. ക്രിസ്തു ഏകരക്ഷകൻ, അദ്ദേഹത്തിനെ തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. ആ യേശു ക്രിസ്തുവിനെ സ്വയം രക്ഷിക്കാൻ സാധിച്ചില്ല. ആ യേശു ക്രിസ്തുവിനെ അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ജൂതന്മാര് തന്നെ കല്ലെറിഞ്ഞു. ഞാനാണ് ദൈവപുത്രൻ, ഞാനാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് നടന്ന ആദ്യത്തെ ആൾദൈവം യേശു ക്രിസ്തുവാണ്. ആദ്യത്തെ ആൾദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി കുരിശിലേറി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ ഇന്ത്യക്കാരെയും നീ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ഈ മനുഷ്യന് യോജിക്കാത്ത കുറെ തിയറികൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആദിപാപം ചെയ്തതിനാണ് യേശു ക്രിസ്തു കുരിശിലേറി മരിച്ചതെന്നും മരിച്ച ആള് പിറ്റേ ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നും എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് നടന്നുപോയി എന്നും എല്ലാമുള്ള കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്കാരെ പറ്റിക്കാൻ ശ്രമിച്ചാല് ഭാരതത്തിലെ ജനത എന്ന് മാത്രമല്ല ലോകത്തിലെ ജനത ചോറല്ലേ തിന്നുന്നേ, അല്ലെങ്കിൽ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? അതിനകത്തുള്ള തട്ടിപ്പ് കഥ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അമേരിക്കക്കാര് ക്രിസ്തുമതം വേണ്ടെന്ന് പറഞ്ഞ പള്ളി അടച്ചുപൂട്ടിയത്. അങ്ങനെയല്ല ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലുമൊക്കെ പള്ളിയിലേക്ക് പോകാൻ ഒരൊറ്റ മനുഷ്യനില്ലാതെയായത്. ആ സ്ഥലത്തൊക്കെ പള്ളികളില് അച്ചാന്മാരും വികാരിമാരും വികാരമില്ലാത്തവർ കന്യകാസ്ത്രീകളും ഒക്കെ ആയിട്ട് വത്തിക്കാൻ മുഴുവനും ഇന്ന് ഭരിക്കാൻ കേരളീയർ പോവാൻ കാരണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ശമ്പളവും ജീവിതവും കിട്ടുന്നു. ഓരോ പെന്തക്കോസ്ത് ക്രിസ്ത്യാനിക്ക് 470 രൂപ കൂലിയായിട്ട് കൺവെർട്ട് ചെയ്യാൻ കിട്ടുന്നു. 370 രൂപ സ്ത്രീക്കും 470 രൂപ പുരുഷനും കൂലിയായി കിട്ടുമ്പോൾ ശരീരം അനങ്ങാതെ ജീവിക്കാനുള്ള വഴി ലഭിക്കുന്നത് കൊണ്ടല്ലേ ഈ യഹോവ സാക്ഷികളും സെവൻത് ഡേ അഡ്വന്റിസ്റ്റും നെഞ്ചത്തടിച്ചോണ്ട് കരഞ്ഞോണ്ട് അതാ ദൈവം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എത്ര കാലം നടക്കും സൂസവാക്യം സാറേ? എത്ര കാലം നടക്കും പവത്തിൽ സാറേ? ഇന്നലെ ഞാനിത് ചോദിക്കുകയുണ്ടായി. ഒരു മനുഷ്യനെ പറ്റിക്കുന്നതും ഒരു സമൂഹത്തെ പറ്റിക്കുന്നതും ഒരു രാഷ്ട്രത്തെ പറ്റിക്കുന്നതും ഒക്കെ കുറച്ചു കാലമല്ലേ നടക്കുള്ളൂ? നമ്മൾ പറയാറില്ലേ എപ്പോഴും പൂച്ച പാല് കുടിക്കില്ല, എപ്പോഴും വിഷം കൊടുത്താൽ ജനങ്ങൾ എടുക്കില്ല എന്നുള്ളത്. അപ്പോ തിരിച്ചറിയുന്നൊരു കാലം വന്നപ്പോ നരേന്ദ്രമോദി അദ്ദേഹം ചെയ്യേണ്ട ജോലി ഇവിടുത്തെ മതപരിവർത്തനം നിർത്തലല്ല, അത് മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടവരും മതവുമായി ബന്ധപ്പെട്ടവരുമാണ് ചെയ്യേണ്ടത്. നിങ്ങളതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ മതത്തിന്റെ കാര്യം നോക്കി, അവര് ഭരണത്തിന്റെ കാര്യം നോക്കി. ഇപ്പോഴും അത് ഭരണത്തിലിരിക്കുന്നവർ ഭരണത്തിന്റെ കാര്യം നോക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു. അത് വിജയിക്കണില്ലെന്ന് മാത്രമല്ല, ആദ്യം മാറിയവരൊക്കെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അതുപോലെ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്ത്യാനികളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങോട്ടെടുത്ത് ഈ ജനത തിരിച്ചു പോകുന്നതിനെ ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തോളൂ. ഹിന്ദു ജനത 625-650 വർഷം ഇവിടെ കൊടും ക്രൂരതയില് മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഭാരതം ചത്തില്ല. 252 വർഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും ഭരിച്ചിട്ടും ഭാരതം മരിച്ചില്ല. അവരൊക്കെ ഉപയോഗിച്ച തോക്കും അവരൊക്കെ ഉപയോഗിച്ച പീരങ്കിയും അവർ കൊല നടത്തിയ ആൻഡമാനിലെ ഹിന്ദുക്കള് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. അത് ഓരോ ഹിന്ദുവും അറിയണം. കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രിസ്ത്യാനിയും ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു. കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനിയും ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യായിരുന്നു. ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പണിത എല്ലാ പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അവരെന്തിന് ബ്രിട്ടീഷുകാർക്ക് എതിരെ പ്രവർത്തിക്കണം? അവര് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോ ഒരു 5-6 പേര് മഹാത്മാഗാന്ധിയുടെ പുറകെ നടന്നു. ഇവിടെ തിരുവനന്തപുരത്ത് അക്കാമ ചെറിയാൻ എന്നൊരു അമ്മച്ചിയുടെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അവര് സ്വാതന്ത്ര്യ സമര സേനാനിയാണത്രേ. ഭാരതത്തിന് അവഹേളനമാണ് ആ അമ്മച്ചിയുടെ പേര് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പറയുന്നത്. ഖവടിയാർ പാലസിലെ രാജാവിനെതിരെ സമരം ചെയ്ത് ഗേറ്റ് ചാടിക്കടന്നതാണ് അക്കാമ ചെറിയാൻ ചെയ്ത ഒരേ ഒരു ജോലി.
അവരെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ഡിക്ലെയർ ചെയ്തത്. 1920-കളില് ഹിന്ദുക്കളെ പച്ചയ്ക്ക് അറുത്ത് കൊന്ന മാപ്പിള ലഹളയില് പങ്കെടുത്ത മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുത്തതിനേക്കാളും വിചിത്രമാണ് ഇവിടെ കുറെ പേർക്ക് ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുത്തത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടല്ല. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ ആധികാരികമായിട്ട് മുമ്പോട്ട് വന്നത്. എങ്ങനെയാണോ 40 വർഷം 48 വർഷം ഭാരതത്തിലെ വേദങ്ങളും പൈതൃകവും പഠിച്ചത്, അതേപോലെ പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്നൊരു പുസ്തകം എഴുതാൻ വേണ്ടി UGC അപ്രൂവ് ചെയ്ത ചരിത്ര പുസ്തകം വായിച്ചു പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്റെ സ്വയം കൃതിയൊന്നുമല്ല. ചിലർക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. സത്യം എപ്പോഴും രുചിക്കുന്നതാവണമെന്നൊന്നുമില്ല. സത്യം സത്യം തന്നെയാണ്. പിന്നെ പണ്ടത്തെ കാര്യം എന്തിനാ ഇപ്പൊ പറയുന്നത് എന്നാണെങ്കിൽ, പണ്ടത്തെ അതേ ജോലി ഇപ്പോ അതിനേക്കാൾ വൃത്തികേടായിട്ട് ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ കാര്യവും ഇപ്പോഴത്തെ കാര്യവും ഒരേപോലെ പറയണ്ടേ സൂസവാക്യം സാറേ? ഒരേപോലെ പറയണ്ടേ ഭവത്തിൽ സാറേ? ഇതൊക്കെ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയാൻ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഭാരതത്തിൽ പരാവർത്തനം നടക്കും, ധർമാപസി നടക്കും. അത് സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ വഴിയിലൂടെയായിരിക്കും. ക്രിസ്തുമതത്തിൽ അടിയുറച്ച് നിൽക്കാൻ വിശ്വാസമുള്ളവനെ ക്രിസ്തുമതത്തിൽ നിൽക്കാനായിട്ട് ഹിന്ദുക്കൾ തന്നെ സംരക്ഷണം നൽകും. ഇസ്ലാം മതത്തിൽ നിൽക്കാനായിട്ട് ഹിന്ദുക്കൾ തന്നെ സംരക്ഷണം നൽകും. തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവന് ഹിന്ദുക്കൾ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് മറക്കരുത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിനും RSSകാർക്കും സാധിച്ചുവെങ്കിൽ, ഇത്രയും അധികം മന്ത്രിമാരെ RSSന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ വളർത്തി ആ സ്ഥാനത്തിരുത്താൻ സാധിച്ചുവെങ്കിൽ, ഇത്രയും മുഖ്യമന്ത്രിമാരെ ആത്മാഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് ഉറക്കെ പറയിപ്പിച്ച് ആ കസേരയിൽ ഇരുത്താനുള്ള അവസരം കൊടുക്കാൻ RSSകാർക്ക് സാധിച്ചുവെങ്കിൽ, RSSും അതിന്റെ കൂട്ടത്തിലുള്ള 67 പരിവാര സംഘടനകളും തീർച്ചയായിട്ടും ഹിന്ദു ധർമ്മത്തിലേക്ക് സ്വമനസ്സാലെ, പൂർണ്ണ മനസ്സാലെ തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവർക്ക് മൈദയും സോയാബീൻ എണ്ണയും തേങ്ങാ പിണ്ണാക്കും ബൈബിള് പുസ്തകവും അല്ലെങ്കിൽ ഭഗവത്ഗീതയും ഒന്നും കൊടുക്കാതെ സ്വന്തം മനസ്സാലെ തിരിച്ചു വരാൻ സാധിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതിന് കഴിവുള്ള ഒരു സംഘടനയും ഭാരതത്തിനകത്തുണ്ട് എന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് സൂസവാക്യം സാറിനും ബിഷപ്പ് സാറിനും, ഈ സൂസവാക്യത്തെയും ബിഷപ്പിനെയൊക്കെ തിരുമേനി എന്നാണ് അറിയാതെ പാവപ്പെട്ട കുഞ്ഞാടുകൾ വിളിക്കുന്നത്. തിരുമേനി എന്ന പദം രാജാവിനും നമ്പൂതിരിമാർക്കുമാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അല്ലാണ്ട് അച്ഛന്മാർക്കും പോപ്പുമാർക്കും മെത്രാമാർക്കും ഉപയോഗിച്ചതല്ല. പലതും ഈ നാട്ടിൽ നിന്ന് കട്ടെടുത്ത പോലെ ഇവരുടെ പേരും കട്ടെടുത്ത് അത് ബൈബിളിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രോഡ്, ആ ചതിയും വഞ്ചനയും പറ്റിക്കലൊക്കെ നിർത്തുക. എന്നിട്ട് നല്ല ഭാരതീയനായിട്ട് നല്ല ഹിന്ദുവായിട്ട് ജീവിക്കാം. ജോസഫ് പുലിക്കുന്നേൽ പറഞ്ഞതുപോലെ, ഡോക്ടർ CI ഐസക് പറയുന്നത് പോലെ, ഡോക്ടർ ടോണി മാത്യു പറയുന്ന പോലെ, ഞാനൊരു ഹിന്ദുവാണ്, ആരാധിക്കുന്നത് യേശുദേവനെയാണെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞു നോക്കൂ. ഞാനൊരു ഹിന്ദുവാണ്, ആരാധിക്കുന്നത് യേശുദേവനെയാണെന്ന് മാത്രം. നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണ്. ഇവിടെ വത്തിക്കാനിൽ നിന്ന് വന്ന ഒരൊറ്റ ആളില്ല. ഇവിടെ മിഷണറിമാര് വന്ന് ഇവിടെയുള്ള സ്ത്രീകളെ ഗർഭിണികളാക്കിയിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കിയിട്ടുമില്ല. ആംഗ്ലോ ഇന്ത്യക്കാരെന്നൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരൊന്നും മിഷണറിമാരായിട്ട് വന്നവരല്ല, ഭരണാധികാരികളായിട്ട് വന്നവരാണ്. ആഫ്രിക്കയിലും മറ്റെല്ലാ സ്ഥലത്തും ഇപ്പൊ പോപ്പ് പോകുമ്പോ അവിടെയൊക്കെ മാപ്പ് പറയേണ്ടി വരുന്നത് ബൈബിള് പ്രചരിപ്പിക്കാൻ പോയവർ രാത്രി കിടന്ന് ഉറങ്ങിയ കുടിലില് 10 മാസം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായപ്പോഴാണ്. അതാണ് ക്രിസ്തുവിന്റെ പേരിലും ബൈബിളിന്റെ പേരിലും ചെയ്തതെങ്കിൽ മഹാഭാഗ്യം കൊണ്ട് ഇന്ത്യയിൽ അത് നടന്നില്ല. എന്താ കാരണം അറിയോ? ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളാണ് ഈ കുടിലിനകത്ത് ജീവിച്ചിരുന്നത്. ഈ മിഷണറിയുടെ പേര് പറഞ്ഞവരെ അവരകത്തേക്ക് കയറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ സത്യമാണ് ബിഷപ്പുമാരെ, ഇതൊക്കെ നിങ്ങൾ അറിയണം. ഒരുപക്ഷെ CPMലെ പിണറായി വിജയനും അല്ലെങ്കിൽ വീരേന്ദ്രകുമാറും അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ഒക്കെ കുറച്ചു കാലത്തേക്ക് നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവും. പക്ഷേ ആരാധ്യനായ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഒരു നിർബന്ധിത പരിവർത്തനവും പരാവർത്തനവും ധർമാപസീയം കേരളത്തിൽ നടക്കുന്നില്ല, നടക്കില്ല, നടക്കാൻ ഹിന്ദുക്കൾ തന്നെ അനുവദിക്കില്ല. പക്ഷേ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവരെ ഹിന്ദുക്കൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്നുകൂടി നിങ്ങൾ അറിയട്ടെ. ഞാനൊരു ഹിന്ദു ധർമ്മത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ആത്മാഭിമാനമുള്ള 25 വർഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സീനിയർ സയന്റിസ്റ്റും നാടിന്റെ പൈതൃകം പഠിച്ച്
പഠിപ്പിക്കാൻ അഭിമാനത്തോടുകൂടി കുറേയൊക്കെ കഴിവുള്ള വ്യക്തി എന്നുള്ള നിലയിലുമാണ് ഈ ഭാരതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഉൾക്കാഴ്ചയോടുകൂടി അകക്കണ്ണുകൊണ്ട് കണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് കൂടി പറയട്ടെ. പ്രണാമം. നമുക്ക് നിരന്തരം കാണാം. നിങ്ങൾ നിരന്തരം ഒച്ചയെടുത്തോളൂ, കരഞ്ഞോളൂ, നിങ്ങൾ അട്ടഹസിച്ചോളൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇതൊക്കെ കണ്ട വ്യക്തിയാണ്, കുറെ കേട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം ഗുജറാത്തിൽ ഭൂമി കുലുക്കം ഉണ്ടായപ്പോ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്തത് കൊണ്ടാണ് ഗുജറാത്തിൽ ഭൂമി കുലുക്കം ഉണ്ടായതെന്ന് കേരളത്തിലെ അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൽമാരും പറഞ്ഞുകൊണ്ട് പോയതൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയാം. ഒന്നുകൂടി ഓർക്കാം, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയ അടൽ ബിഹാരി വാജ്പേയിയുടെ സോഫ്റ്റ് കോർണർ ഉള്ള വ്യക്തിയല്ല നരേന്ദ്രമോദി എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ തന്നെയും തൻ്റെ മകളെയും മകളുടെ മകനെയും മകന്റെ ഭാര്യയെയും ഭാര്യയുടെ മക്കളെയും എല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ നെഹ്റുവിനെ പോലെയുമുള്ള വ്യക്തിയല്ല നരേന്ദ്രമോദി എന്ന് കൂടി അറിയാൻ ജഗദീശ്വരൻ, നിങ്ങളുടെ യഹോവ, നിങ്ങളുടെ യേശുക്രിസ്തു, നിങ്ങൾ തന്നെ കുരിശിലേറ്റിയ യേശുക്രിസ്തു നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.